ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല ആവർത്തിയും ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇസ്രായേൽ ഹമാസ്. പക്ഷേ തങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ യുദ്ധത്തിന് തിരികൊളുത്തിയത് അത് അവസാനിക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് നെതന്യാഹു. ഞങ്ങൾക്ക് സ്വസ്ഥമായും സമാധാനമായും ജീവിക്കണമെങ്കിൽ ഇസ്രായേലിയരുടെ മുമ്പോട്ടുള്ള സമാധാനം കാക്ഷിച്ച് ഞങ്ങൾക്ക് അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റും. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400ഓളം ആളുകളെ വാളിനും തോക്കിനും ഇരയാക്കുകയും 247 പേരെയോളം പിടിച്ചുകൊണ്ടുപോയി ബന്ധികളാക്കുകയും ചെയ്ത സംഭവത്തിൽ അന്ന് തുടങ്ങിയതാണ് ഈ യുദ്ധം. ഒക്ടോബർ 8-ാം തീയതിയാണ് നെതന്യാഹു യുദ്ധം പ്രഖ്യാപിക്കുന്നതും യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നതും. ഹമാസ് ഭീകരരെ തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US സന്ദർശനം തുടരുമ്പോൾ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ ബോംബിങ്ങിലും പീരങ്കി ആക്രമണത്തിലും 24 കുട്ടികളടക്കം 121 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇടയിലേക്ക്, ആതുരാലയങ്ങളിലേക്ക്, ആശുപത്രികളിലേക്ക്, അതുപോലെ ടെന്റുകളിലേക്ക്, സാധാരണ ജനങ്ങൾ എവിടെയൊക്കെയാണോ പാർക്കുന്നത് അവിടെയൊക്കെ അവർക്കിടയിലേക്ക് ഹമാസ് ഭീകരർ നുഴഞ്ഞു കയറുന്നു. പർദ്ദയിട്ടും നിക്കാബിട്ടുമൊക്കെ ഹമാസ് ഭീകരർ അതിനിടയിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരരെ തുരത്തുകയല്ലാതെ മറ്റു മാർഗമില്ല. അവിടെയുള്ള സാധാരണ ജനങ്ങൾ ഹമാസുകാരെ ഭയന്ന് ഇസ്രായേലിയർക്ക് അവരെ കാണിച്ചു കൊടുക്കുന്നുമില്ല. അപ്പോൾ കൂട്ടമായി ആക്രമണം നടത്താൻ ഇസ്രായേൽ നിർബന്ധിതരാകുന്നു. അവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ടും പാണ്ടിലോറിക്ക് മുമ്പിൽ മസിൽ പിടിക്കുന്ന തവളയെ പോലെ കുറച്ച് പലസ്തീനികൾ അവിടെ തന്നെ മസിൽ പിടിച്ചു നിൽക്കുമ്പോൾ ഒരുപക്ഷെ കൊല്ലപ്പെടുന്നു. ഡസൻ കണക്കിന് വീടുകളാണ് ആക്രമണത്തിൽ തകർന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 1.5 ലക്ഷത്തിലേറെ പലസ്തീൻകാരാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തതായി റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞിരിക്കുകയാണ് ഖാൻ യൂനിസിലെ ബാനി സുഹൈലിയൻ. 1000കണക്കിന് പലസ്തീൻകാർ കുടുങ്ങിക്കിടക്കുകയാണ് അവിടെ. അതിനിടയിൽ US കോൺഗ്രസിൽ പ്രസംഗിക്കാൻ വേണ്ടി നെതന്യാഹുവിനെ ക്ഷണിച്ചതിനെതിരെ പലസ്തീനിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. USലും പൗരാവകാശ സംഘടനകൾ നിരത്തിലിറങ്ങിയിരിക്കുന്നു. US കോൺഗ്രസിലെ പ്രസംഗത്തിന് ശേഷം ഇന്ന് പ്രസിഡന്റ് ജോ ബൈഡനുമായി നെതന്യാഹു വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുള്ള വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും കാണുമെന്നാണ് പറഞ്ഞിരുന്നത്. നാളെ ഫ്ലോറിഡയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. ഗാസ വെടിനിർത്തലിനായി ഇന്ന് ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ ഈജിപ്ത്, US, ഇസ്രായേൽ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസ ഇതുവരെ 39,145 പലസ്തീൻകാരെയാണ് കൊന്നത്. 90,257 പേർ മാരകമായ രൂപത്തിൽ പരിക്കുകളേറ്റ് മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ അതിനിടയിലാവുകയും ചെയ്തിട്ടുണ്ട്. സേഫ് ആയിട്ടുള്ള ഒരു ഷെൽട്ടർ ചൂണ്ടിക്കാണിച്ച് അവിടേക്ക് ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ഇസ്രായേൽ സൈന്യം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ നടത്തിയ കനത്ത ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം 50 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നറിയുന്നു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സുരക്ഷിത മേഖല എന്ന് പറഞ്ഞിരുന്ന ബാനി സുഹൈല പട്ടണത്തിലടക്കം ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണവും ബോംബിങ്ങും നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. സുരക്ഷിത മേഖലയാണ് എന്ന് പറഞ്ഞിരുന്ന ഇവിടെ 4 ലക്ഷത്തോളം പലസ്തീനികളാണ് തിങ്ങിപ്പാർക്കുന്നത്. കുട്ടികളും സ്ത്രീകളും അടക്കം 10,000കണക്കിന് ആളുകൾ കാൽനടയായി പൊരുവെയിലിൽ പലായനം ചെയ്തു തുടങ്ങി. തൊട്ടടുത്ത ദെയർ അൽ ബലാഹ് പട്ടണത്തിൽ ബോംബാക്രമണങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം മാത്രം 153 ഖാൻ യൂനിസിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന് നേരെ റോക്കറ്റ് ആക്രമണമുണ്ടായി. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,000-ഓളം അടുക്കുന്നു. 1 ലക്ഷത്തോളം ആളുകളാകുന്നു പരിക്കേറ്റവർ. ഗാസയിലെ ബന്ദികളിൽ 2 പേർ കൂടി മരിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഗാസ അതിർത്തിയോട് ചേർന്ന തെക്കൻ ഇസ്രായേലിൽ നേറ്റീവ് ഹാസര പട്ടണത്തിൽ ചെക്ക് പോസ്റ്റിൽ
കത്തിയാക്രമണത്തിന് ശ്രമിച്ച കനേഡിയൻ പൗരനെ സൈന്യം വെടിവെച്ചു കൊന്നു. അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്ക് പ്രതിനിധികളെ വ്യാഴാഴ്ച അയക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. US പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായിട്ടാണ് അദ്ദേഹം വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിനകത്തും പുറത്തുമായി ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നു. ഇസ്രായേലിനകത്ത് ബന്ധികളുടെ ബന്ധുക്കൾ അമേരിക്കയിലെ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതിൽ വരെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധമുയരുകയാണ്. പലസ്തീനികൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കടിച്ച് കീറാനുള്ള പകയോടുകൂടി ഓടിയെടുക്കുന്നു. പക്ഷേ ഈ യുദ്ധത്തിലേക്ക് കലാശിച്ചത് ഇത്രയും ആളുകളുടെ ജീവൻ അപഹരിക്കാനും ലക്ഷക്കണക്കിന് ജനങ്ങൾ പലായനം ചെയ്യാനും കാരണമായ ഹമാസ് ഭീകരരെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വിമർശിക്കാതിരിക്കുന്നത്? അതോ മാധ്യമങ്ങൾ യഥാവിധി വിമർശിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പൊതുജന സമക്ഷത്തിൽ എത്തിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഭയമാണോ? US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുമ്പോൾ US പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ കൂറ്റൻ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം. ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പലസ്തീൻ പതാകകളേന്തി സംഘടിച്ചത്. പ്ലക്കാർഡുകളും ബാനറുകളുമായി എത്തിയ പ്രക്ഷോഭകർ നെതന്യാഹുവിനും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും നെതന്യാഹുവിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ച പ്രക്ഷോഭകർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗവും ഉണ്ടായി. പലസ്തീനെതിരെ ആക്രമണത്തിനുള്ള പിന്തുണ ശക്തമാക്കൽ കൂടി ലക്ഷ്യമിട്ടാണ് നെതന്യാഹുവിന്റെ US സന്ദർശനം. പലസ്തീനികളെ കൊന്നൊടുക്കുന്നതിനുള്ള പ്രതിഷേധം അറിയിച്ചു മുമ്പേ നിശ്ചയിച്ച പരിപാടികൾ ചൂണ്ടിക്കാട്ടി ചില അംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരുന്നു. വ്യാഴാഴ്ച പ്രസിഡന്റ് ബൈഡനുമായും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്ന നെതന്യാഹു വെള്ളിയാഴ്ച മുൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെയും കാണുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തിനെതിരെ നെതന്യാഹു US കോൺഗ്രസിൽ സംസാരിക്കെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. ചുവർഗ അനുരാഗികളെ ക്രെയിനിൽ തൂക്കിയിടുകയും മുടി മറയ്ക്കാത്തതിന്റെ പേര് സ്ത്രീകളെ കൊല്ലുകയും ചെയ്യുന്ന ടെഹ്റാനിലെ സ്വേച്ഛാധിപതികൾ നിങ്ങളെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഔദ്യോഗികമായി ഇറാന്റെ ഉപയോഗപ്രദമായ വിഡ്ഢികളായി മാറിയിരിക്കുന്നു എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. 9 മാസമായി തുടർന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 40,000-ഓളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 90,000-ലധികം പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിലെ ഭൂരിഭാഗം ജനങ്ങളും നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെടുന്നവരാണ്. കണക്ക് പുറത്തുവിട്ട ചാനൽ രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട ഇസ്രായേലിലെ ഭൂരിഭാഗം ജനങ്ങൾ രംഗത്തെത്തിയിരുന്നു. ഏകദേശം 70% ജനങ്ങളാണ് നെതന്യാഹുവിന്റെ രാജി ആഗ്രഹിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ. ഇസ്രായേലിലെ ചാനൽ 12 എന്ന മീഡിയ പുറത്തുവിട്ട കണക്കുകളാണിത്. വെള്ളിയാഴ്ച ചാനൽ 12 പ്രസിദ്ധീകരിച്ച ഒരു വോട്ടെടുപ്പ് പ്രകാരം ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ തുടർന്നുള്ള സർക്കാരിന്റെ പരാജയങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്ന് ഇസ്രായേലുകൾ 3/4 ആഗ്രഹിക്കുന്നുവെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി സ്ഥാനമൊഴിയണമെന്ന് അഭിപ്രായപ്പെട്ട 72% പേരിൽ 44% പേർ അദ്ദേഹം ഉടൻ സ്ഥാനമൊഴിയണമെന്ന് ആഗ്രഹിക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബന്ധികളുടെ ജീവനാണ് പ്രധാനം. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന രാഷ്ട്രം പ്രധാനമാണ്. ഈ ലോകത്തുള്ള സകലമാന മനുഷ്യനും സുരക്ഷ ഒരുക്കണമെങ്കിൽ ഹമാസ് എന്ന ഭീകരരെ തുരത്തിയേ മതിയാകൂ എന്ന ദൗത്യമാണ് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകളുടെ പിന്നാലെ ഇസ്രായേൽ എന്ന രാജ്യത്തെ വെറുക്കാൻ കേരളത്തിൽ ഒരു പറ്റം ആളുകളും മാധ്യമങ്ങളും വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിന്റെ താല്പര്യം ഇസ്രായേലിനോടൊപ്പം നിൽക്കാനാണ്. ആ രാജ്യത്തിന്റെ താല്പര്യം പോലും കണക്കിലെടുക്കാതെ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഒരു പറ്റം ഹമാസ് പ്രേമികൾ പലസ്തീന് ഐക്യദാർഢ്യം എന്ന വ്യാജേന രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എത്ര പേരെയാണ് നാടുകടത്തിയത്? എന്തേ ആർക്കും പരാതിയില്ലാത്തത്? ഇവിടെ രാജഭരണമാണല്ലോ. രാജാവ് എടുക്കുന്ന നിയമം എന്തോ അതാണ് നിയമം, അതാണ് നീതി. ഇത് രാജശാസനം. അതിനപ്പുറം അവിടെ ഒരു പ്രതിഷേധത്തിനോ ഒരു പ്രകടനത്തിനോ ഒരു ഹർത്താലിനോ ഒരു വിമർശനത്തിനോ ഒരു രാജി ആവശ്യപ്പെട്ടോ ചെന്നാൽ വിവരം വീട്ടിലറിയും. അതുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറ്റും, സൗദിയോട് പറ്റില്ല. നന്ദി.